ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പെസഹയും ദുഃഖങ്ങളിലേക്ക് കൂടിയിട്ട് ഞങ്ങൾക്കൊരു 2-3 ദിവസം എക്സ്ട്രാ ഡേയ്സ് ലീവ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. കുറേ നാളായി വീട്ടിൽ പോയിട്ട്. അപ്പോൾ ഞങ്ങൾ ചുരമൊക്കെ ഇറങ്ങി പതുക്കെ പോവാണ്. നല്ല ബ്ലോക്കായിരുന്നു. വഴിയിലൊരു വണ്ടി ബ്രേക്ക് ഡൗൺ ആയതാണ്. അത് കഴിഞ്ഞ് ചുരം മൊത്തം ബ്ലോക്കായിരുന്നു. ഞങ്ങൾ പിന്നെയും പെട്ടെന്ന് ഇറങ്ങിപ്പോയി. പക്ഷേ കയറുന്ന വണ്ടി ഭയങ്കര കഷ്ടപ്പെട്ടാണ് പോയത്. നല്ല ക്ലൈമറ്റൊക്കെ ആയിരുന്നു, ഭയങ്കര വെയിലൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് കൊടുവള്ളി എന്ന് പറയുന്ന സ്ഥലമാണ്. എല്ലാവരും കേട്ടിട്ടുണ്ടാവും, ഈ ജ്വല്ലറി ഒക്കെ കിട്ടുന്ന സ്ഥലമാണ്. കോഴിക്കോടുള്ള ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഞങ്ങൾ ഉച്ച കഴിഞ്ഞാൽ ഇറങ്ങിയത്, അതുകൊണ്ട് ബൈപ്പാസൊക്കെ എത്തിയ സമയമായപ്പോഴേക്കും ഈവനിങ് ആയിട്ടുണ്ടായിരുന്നു. ഇത് കാലിക്കറ്റ് ബൈപ്പാസാണ്. വളരെ മോശമായിരുന്നു. അങ്ങനെ ആ ബൈപ്പാസ് എടുക്കണ്ടായിരുന്നു എന്ന് തോന്നിപ്പോയി. ബിക്കോസ് ഒരുപാട് ബ്ലോക്ക് കിട്ടി ഞങ്ങൾക്ക്. എല്ലായിടത്തും പെട്ടാണ് വന്നത്. ഞങ്ങൾ MRAയിൽ ഫുഡ് കഴിക്കാൻ പോയി. പക്ഷേ ഞങ്ങൾ ഉദ്ദേശിച്ചൊന്നും അവിടെ കിട്ടിയില്ല. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെയുള്ള അന്നപൂർണ എന്ന് പറഞ്ഞിട്ടൊരു വെജ് റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് മസാല ദോശയാണ് കഴിച്ചത്. നല്ല ഫുഡായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും ബൈപ്പാസിൽ തന്നെ കയറി പോകേണ്ടി വന്നു. ബിക്കോസ് വൺസ് നമ്മൾ ബൈപ്പാസ് എടുത്താൽ പിന്നെ ആ വഴി തന്നെയല്ലേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ പോയി. കുറേ നേരത്തേക്കൊക്കെ നല്ല റോഡായിരുന്നു. പക്ഷേ പിന്നെയും ഇൻ ബിറ്റ്വീൻ വളരെ മോശം റോഡും വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീടെത്തുന്നത് ഭയങ്കര വൈകിയായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ടൈം നോക്കിയാണ് ഞങ്ങൾ വന്നുകൊണ്ടിരുന്നത്. ഇത് ഞങ്ങൾ വഴിയിൽ കൂടെ വന്നപ്പോൾ അവിടെ ഒരു ഫുട്ബോൾ മാച്ച് നടക്കുന്നുണ്ടായിരുന്നു. തൃശ്ശൂർ എത്തണ അതിന് മുമ്പായിരുന്നു. പിന്നെ ഞങ്ങൾ മെയിനായിട്ട് കണ്ട ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഈ ഫുഡ് കോർട്ട്സ് ആണ്. എല്ലായിടത്തും കുറേ ഫുഡ് കോർട്ട്സ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ഫുഡ് കോർട്ടിൽ ഒരു 11:30 ആയപ്പോഴേക്കും ഞങ്ങൾ ചായ കുടിക്കാൻ കയറി. ഇതായിരുന്നു ആ സ്ഥലം, വളവിലെ ചായ എന്നായിരുന്നു ആ സ്ഥലത്തിൻ്റെ പേര്. നല്ല ഭംഗിയുള്ളൊരു സ്ഥലമായിരുന്നു. നല്ല അടിപൊളി വൈബായിരുന്നു. ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്ന് ഹാങ് ഔട്ട് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. ഈ ലോങ് ട്രിപ്പൊക്കെ പോകുമ്പോൾ എക്സ്പെഷ്യലി. അവിടെ ഇങ്ങനെ കുറേ ഫോട്ടോസ് ഇതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് പതുക്കെ വീട്ടിലേക്ക് പോകാൻ തുടങ്ങി. വീഡിയോ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ആഗ്രഹം എന്തായിരുന്നു വെച്ചാൽ മമ്മിയുടെ റിയാക്ഷനൊക്കെ റെക്കോർഡ് ചെയ്യണം എന്നായിരുന്നു. ഞങ്ങൾ വീടെത്തുമ്പോഴുള്ളത്. പക്ഷേ ഞങ്ങൾ ഭയങ്കര വൈകിയാണ് എത്തിയത്. അതുകൊണ്ട് വണ്ടി പാർക്ക് ചെയ്യണ ബിസി ആയിട്ട് നിന്ന സമയത്താണ് മമ്മി പുറത്തേക്ക് വന്നത്. അതുകൊണ്ട് മമ്മിയുടെ റിയാക്ഷനൊന്നും കിട്ടിയില്ല. പിന്നെ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ അത് വിട്ടും പോയി. ഇത് പിറ്റേ ദിവസം രാവിലെയാണ്. ഞങ്ങളുടെ വീട്ടിൽ തേങ്ങ ചേരേണ്ടത് എൻ്റെ പപ്പയാണ്. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മമ്മീൻ്റെ അടുത്ത് വിശേഷമൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിലെത്തിയൊരു സന്തോഷം. റിയലി ഫീൽസ് ഗുഡ് ടു ബി ബാക്ക് ഹോം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.